വിജയ് വന്നിട്ട് നിസ്കരിക്കുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷം, നല്ല രസമുണ്ടല്ലേ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പള്ളിയിലച്ഛനാവും. ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാന പൂജാരിയാവും. മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ പോയി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഉസ്താദാവും. നമ്മുടെ തമിഴ്നാടനായിട്ടുള്ള വിജയ് സിനിമയിൽ അഭിനയം നിർത്തിയെങ്കിലും പുള്ളിക്കാരൻ രാഷ്ട്രീയത്തിൽ ഭയങ്കര അഭിനയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ നോക്കാൻ നേരത്തെ ഇഫ്താറുമായി ബന്ധപ്പെട്ട് വിജയ് ഒരു മുസ്ലിംസിൻ്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ നിസ്കരിക്കുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു. ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് രാഹുൽ ഗാന്ധിയാണ്. ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു അമ്പലത്തിലെ പ്രധാന പൂജാരിയാവും. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു പള്ളിയിലച്ഛനാവും. അതുപോലെ തന്നെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ ഉസ്താദാവും. ഇതാണ് രാഹുൽ ഗാന്ധി വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ട് പപ്സൊക്കെ മേടിച്ച് കഴിക്കും, അതുപോലെയുള്ള ഈ ഇതുണ്ടല്ലോ ഏത്തക്കാപ്പൊക്കെ മേടിച്ച് കഴിക്കും. പിന്നെ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് കടലിൽ ചാടുക, ഉപ്പ് വെങ്കായം എന്നൊക്കെ പറയാം. ഇതാണ് കുറേ നാളായിട്ട് രാഹുൽ ഗാന്ധി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി. ഇതേ രീതിയാണ് ഇപ്പോൾ വിജയ് പിടിച്ചിരിക്കുന്നത്. ഈ വിജയ് എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് രാഹുൽ ഗാന്ധിയേക്കാൾ പ്രതീക്ഷയുണ്ട്. വിജയ് തമിഴ്നാട്ടിൽ ചിലപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഓളം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ ഓളം ഉണ്ടാക്കുന്ന നേരത്ത് ആരുടെ വോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നമുക്ക് പറയാൻ പറ്റും DMK എന്ന് പറയുന്ന നമ്മുടെ സ്റ്റാലിൻ്റെ പാർട്ടിയുടെ വോട്ടാണ് പോകുന്നത്. അവിടെ നേരത്തെ DMKയും ADMK തമ്മിലുള്ള മത്സരമായിരുന്നു. ജയലളിതയ്ക്ക് ശേഷം ADMK എന്ന് പറയുന്നത് ഈ പരിനിൽ സെൽവവും അതുപോലെയൊക്കെയുള്ള ആൾക്കാരുമായിട്ട് തമ്മിൽ തല്ലി എല്ലാം കൂടെ മാറി നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് ആ കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന DMKയുടെ പേരിലാണ് കോൺഗ്രസ്, CPM പോലുള്ള പാർട്ടികളൊക്കെ, മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികളൊക്കെ തമിഴ്നാട്ടിൽ നിന്നും കുറച്ച് സീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നൊരു വലിയ പാർട്ടിയാണ്. ഏകദേശം 135ഓളം സീറ്റ് DMKക്ക് തമിഴ്നാട്ടിലുണ്ട്. 4 സീറ്റേ ഉള്ളൂ BJPക്ക്. അതുപോലെ തന്നെ 66 സീറ്റുണ്ട് ADMKക്ക്. ഈ സീറ്റിനകത്തേക്ക് കടന്നു കയറുക, ഏത് സീറ്റിനകത്ത് DMKയുടെ സീറ്റിലേക്ക് കടന്നു കയറുക എന്നുള്ളതാണ് വിജയ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ ഈ തമിഴ്നാട്ടിൽ വിജയ് ഇഫ്താർ വിരുന്നൊക്കെ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. തമിഴ്നാട്ടിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 5% മാത്രമാണ്. ഹിന്ദു കമ്മ്യൂണിറ്റി 87%, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി 6%. മൂന്നാമത് നിൽക്കുകയാണ് തമിഴ്നാട്ടിൽ മുസ്ലിം കമ്മ്യൂണിറ്റി. അപ്പോൾ ഒരു 5% വോട്ട് ആരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന വോട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത്? BJPയുടെ കയ്യിലാണോ? അല്ല, അത് DMKയുടെ വോട്ടാണ്, ADMKയുടെ വോട്ടാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന് സഖ്യകക്ഷിയായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടാണ് വിജയ് ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത്. 5% വോട്ട്. അത് ഒറ്റ ശതമാനം പോലും, ഒരു 100 വോട്ട് പോലും BJPക്ക് പോകുന്ന വോട്ടേ അല്ല. അത് പോയിക്കൊണ്ടിരുന്നത് DMKക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വോട്ടാണ്. DMKക്ക് 133 സീറ്റുണ്ട് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ അവിടുത്തെ സീറ്റ് എന്ന് പറയുന്നത് ആ സീറ്റിലേക്കാണ് വിജയ് കണ്ണുവച്ചിരിക്കുന്നത്. ആ കണ്ണുവെച്ച് വിജയ് പോകാൻ നേരത്ത് സത്യത്തിൽ നാഷണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന പ്രാദേശിക പാർട്ടിയാണ് DMK എന്ന് പറയുന്നത്. ഈ DMK എന്ന് പറയുന്ന പാർട്ടി ക്ഷയിക്കും. അതിനകത്തേക്ക് പോയാലല്ലേ വിജയ്ക്ക് അവിടെ മുഖ്യമന്ത്രിയാകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു തരംഗം ഉണ്ടാക്കി എടുക്കണമല്ലോ. അടുത്ത നിയമസഭയിൽ വിജയ് മുഖ്യമന്ത്രിയാവോ എന്നൊന്നും ഉറപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ വിജയ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന രീതി അനുസരിച്ച് വിജയ് കൃത്യമായ രീതിയിൽ DMKയുടെ വോട്ട് ബാങ്കിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ന്യൂനപക്ഷ വോട്ടുകളായിട്ടുള്ള മുസ്ലിം വോട്ടുകൾക്കിടയിലൊക്കെ വിജയ് ഇപ്പം നമ്മളവിടെ പോയി നിസ്കരിക്കുന്നേ കാണാൻ നേരത്ത് സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. വിജയ് കണ്ടോ, നമ്മുടെ സിനിമ നടൻ വിജയ്, ഇവരൊക്കെ വിജയ് കേട്ട് കഴിഞ്ഞാൽ വോട്ട് കിട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ വിജയ് വന്നിട്ട് നിസ്കരിക്കുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷം, നല്ല രസമുണ്ടല്ലേ എന്നുള്ള രീതിയിൽ ഒരു തോന്നലുണ്ടോ? കാരണം മൊത്തത്തിൽ വിജയ് കൃത്യമായ രീതിയിൽ ഗ്രൗണ്ട് അറിഞ്ഞ് കളിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. ഈ വോട്ടൊക്കെ പോകുന്ന സത്യത്തിൽ DMK ആണ്. DMK എന്ന് പറയുന്നത് ഭയങ്കര ശക്തമായിട്ട് പാർലമെൻറ്റിലൊക്കെ മോദിക്കെതിരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, പ്രാദേശിക പാർട്ടി എന്നുള്ളത്. ഇവരുടെ കൈയുടെ വിരൽ അങ്ങ് വളയും എന്നുള്ളതാണ് ഇനി നടക്കാൻ പോകും. നഷ്ടപ്പെടാൻ BJPക്ക് എന്തെങ്കിലും ഉണ്ടോ തമിഴ്നാട്ടിൽ? ഒരു കുന്തല്ല, ഒരു കുടച്ചക്ര. ആ കൂടി അവർക്കുള്ള 4 സീറ്റാണ്. അവർക്ക് ലോക്സഭയിലേക്ക് 8 ഓരോ സീറ്റൊക്കെ ജയിക്കുമെങ്കിലും ഇപ്പം സീറ്റൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. അവിടെ അണ്ണാമലൈ കൂപ്പുസ്വാമിയാണ് അവിടുത്തെ BJPയുടെ അധ്യക്ഷൻ. അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ സ്റ്റാലിനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ഇതിനിടയിലേക്കാണ് വിജയ് വരുന്നത്. വിജയ് കൊണ്ടുപോകുന്നത് ഫുള്ള് BJPയുടെ വോട്ടല്ല, DMKയുടെ വോട്ടാണ്. DMKക്ക് കിട്ടുന്ന മുസ്ലിം വോട്ടിലേക്കാണ് ഇപ്പം വിജയ് പോയി ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നത്. അപ്പോൾ ആ വോട്ട് കൃത്യമായ രീതിയിൽ എവിടേക്ക് പോകും? അതുപോലെ തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് സ്പ്ലിറ്റ് ആവും. അതായത് DMKക്ക് കിട്ടേണ്ട കൃത്യമായ വോട്ട് സ്പ്ലിറ്റായിട്ട് വിജയ്ക്ക് കൂടി പോകും. വിജയ്ക്ക് നേടാൻ പോകുന്ന ഒരു വലിയ ശതമാനം വോട്ടും DMKയുടെ ആയിരിക്കും. ഇതിനിടെ BJP സേഫാണ്. BJP വരുന്ന ഹിന്ദുത്വ വോട്ട്
ഇളക്കാൻ വിജയ്ക്ക് പറ്റുമോ എന്നുള്ള അനുസരിച്ചിരിക്കും തമിഴ്നാട്ടിൽ BJPയുടെ വളർച്ചയും താഴ്ചയും. BJPക്ക് നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തമിഴ്നാട്ടിൽ. അവർക്ക് ലോക്സഭ MP ഇല്ല, ആ കൂടിയുള്ളൊരു 4 നിയമസഭാ സീറ്റാണ്. അങ്ങനെ നിൽക്കുന്നൊരു പാർട്ടിയാണ്. പക്ഷേ 133 സീറ്റുള്ള DMKയുടെ അടിവേറിറക്കുന്ന പരിപാടിയാണ് നിലവിൽ വിജയ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിജയ് ചെറിയ പുള്ളിയൊന്നുമല്ല, വിജയ് നല്ല ഒന്നാം തന്നെ രാഷ്ട്രീയക്കാരനാണ്. പുള്ളിക്കാരന് കള അറിഞ്ഞ് തന്നെ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന സമുദായികപരമായിട്ടുള്ള ഒരു കലാപരിപാടി. നമ്മുടെ നാട്ടിൽ കണ്ടുവന്നിട്ടുള്ള പരിപാടി തന്നെയാണ് വിജയ് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ. പക്ഷേ വിജയ് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു ഓളം വലുതാണ്. വിജയ് ഇപ്പോൾ ഉള്ള ആൾ വന്നിരുന്നിട്ട് ഒരു മതപരമായ രീതിയിലൊരു പരിപാടിയാണ്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടൊരു കാര്യമുണ്ട്, ഒരു മതത്തിൽപ്പെടുന്ന ഒരാൾ മറ്റൊരു മതത്തിൽ പെടുന്ന ആൾക്കാരോട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനകത്തൊക്കെ ഫോളോ ചെയ്ത് അതുപോയിട്ട് ആചാരം ഫോളോ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇപ്പം നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാൾ ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടത് ഒരു അമ്പലത്തിൽ വഴിപാട് പോലെ ഈ ഒരു ദിവസത്തെ ആഹാരം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാൾ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ നോമ്പൊക്കെ വരാൻ നേരത്ത് വ്രതം എടുക്കുന്ന ഇഷ്ടംപോലെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ പള്ളിയിൽ കയറി ആ വ്യക്തി നിസ്കരിക്കാൻ പോകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അങ്ങനെ പോകും. അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ ഈ ഫുഡ് കൊടുക്കുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ഒരാളുണ്ട്. അയാൾ ശ്രീകോവിലുള്ളിൽ പോയിട്ട് ശ്രീകോവിലിലെ ദൈവത്തെ നോക്കി തൊഴുവോ പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. പിന്നെ ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്തങ്ങ് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് കാര്യം. ഇത് കുറച്ചുകൂടെ കടന്ന് പ്രശാന്ത് കിഷോർ ചെവിയിൽ പറഞ്ഞു കൊടുത്ത പോലെ വിജയ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഒരു പരാജയമാണെന്നുണ്ടെങ്കിലും സെയിം പാത വിജയ് ഫോളോ ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ. തമിഴ്നാട് വേറെ, ഓൾ ഇന്ത്യ ലെവലിലുള്ള രാഷ്ട്രീയം വേറെ ആണല്ലോ. തമിഴ്നാട് പിന്നെ ഒരു സിനിമാക്കാരന് വോട്ട് കിട്ടാൻ പറ്റുന്ന കൃത്യമായ രീതിയിലുള്ള സ്ഥലമാണെന്ന് നമുക്കറിയാം. ഇതിനു മുമ്പ് എത്രയോ സിനിമക്കാർ അവിടെ വിജയിച്ച് കയറി വന്നിരിക്കുന്നു. വിജയ് ചെറിയ പുള്ളിയുമല്ല. വിജയ് നേരത്തെ തന്നെ ഫാൻസ് അസോസിയേഷനൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നതും പച്ചക്കറി കൊടുക്കുന്നതും അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിള്ളേരൊക്കെ ജയിക്കാൻ നേരത്ത് പല പരിപാടിയും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് വിജയ് നേരത്തെ എറിഞ്ഞിട്ടുന്ന കലാപരിപാടിയാണ്. അതിനുശേഷമാണ് തമിഴക വെട്ടറി കഴകമൊക്കെ തുടങ്ങുന്നത്. എന്തായാലും ഇനി കണ്ടറിയാം. സംഭവം ആട്ടപ്പടലം പോകുന്നത് DMKയുടെ വോട്ടാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ട് ഇല്ലാതാവും തമിഴ്നാട്ടിൽ. 2 സ്പ്ലിറ്റായി പോവും. ഈ രാഹുൽ ഗാന്ധിക്കൊക്കെ ഇനി ഒന്നാമതിപ്പം ലോകസഭയിൽ 99 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. അപ്പം അത്യാവശ്യം കുറച്ച് സീറ്റുണ്ട് DMKക്ക് ലോകസഭയിൽ. അപ്പോൾ പെട്ടെന്ന് രാഹുൽ ഗാന്ധിക്ക് കൊണ്ടുപോയിട്ട് ഈ വിജയ്ക്ക് കൈ കൊടുക്കാൻ പറ്റത്തില്ല. എന്തായാലും മോദിയായിട്ട് വിജയ് കൈ കൊടുക്കാൻ പോകുന്നില്ല. ADMKയുടെയും DMKയുടെയും വോട്ടിന് എങ്ങോട്ട് പോകും എന്നനുസരിച്ചിരിക്കും തമിഴ്നാട് രാഷ്ട്രീയം. ഒരുപക്ഷെ വിജയ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഭിത്തിയിലൊട്ടിക്കുന്ന പോലെ ഒരു പാർട്ടിയായി പോകും ഈ ഉദയനിധി സ്റ്റാലിൻ്റെയും MK സ്റ്റാലിൻ്റെയും പാർട്ടി. നഷ്ടം ദ്രാവിഡ പാർട്ടികൾക്കാണ്. ഹിന്ദുത്വ ഐഡിയോളജിയുള്ള BJPയെ അത് വലിയ രീതിയിൽ ബാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ BJPക്കെതിരെ വോട്ട് ചെയ്യുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടുണ്ട്. ഒരു 5% വോട്ടാണ് അവിടെ കാണുന്നത്. അതെന്തായാലും BJPക്ക് പോകുന്ന വോട്ടല്ല, അത് DMKയ്ക്കും കോൺഗ്രസിനും ഒക്കെ പോയിക്കൊണ്ടിരുന്ന വോട്ടാണ്. ADMKയ്ക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്ന വോട്ടാണ്. ആ വോട്ടിന് എന്ത് പറ്റും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും വിജയ്ക്കിടയിൽ അഭിനയമാണ്. ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുന്ന പരിപാടിയാണ്.